നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനും പറ്റണം. അല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. ഈ ടൂത്ത് പേസ്റ്റ് ഒക്കെ വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമ്മൾ പല്ല് ക്ലീൻ ചെയ്തിരുന്നത്? ചില മരങ്ങളുടെ പുറന്തോട്, മരച്ചില്ലകള്, ഇലകള്, ഉപ്പ്, അങ്ങനെ ലോട്ട്സ് ഓഫ് തിങ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല്ല് ക്ലീൻ ചെയ്തിരുന്നത്, അല്ലെ? പക്ഷെ ഈ പറഞ്ഞ സാധനങ്ങളെ എല്ലാം മറികടന്ന് വന്ന ടീത്ത് ക്ലീനിങ് സൊല്യൂഷൻസ് എല്ലാം തന്നെ ആദ്യകാലങ്ങളിൽ ജാറുകളിലും ബോട്ടിലുകളിലും ഒക്കെ ആയിരുന്നു. ഈ ടൂത്ത് ക്ലീനിങ് സൊല്യൂഷൻസ് ഉപയോഗിക്കുമ്പോഴുള്ള ഈ ചെറിയ രീതിയിലുള്ള ഹൈജീൻ പ്രോബ്ലം ഒക്കെ ഒഴിവാകുന്നത് US-ലെ ഡെന്റിസ്റ്റ് ആയിരുന്ന വാഷിംഗ്ടൺ ഷെഫീൽഡ് കാരണമാണ്. ഇദ്ദേഹം ചിന്തിക്കുകയാണ്, ഈ ക്ലീനിങ് സൊല്യൂഷൻ എന്തുകൊണ്ട് പേസ്റ്റ് രൂപത്തിൽ ഒരു ട്യൂബിനുള്ളിലാക്കിക്കൂടാ? ഇങ്ങനെ ഒരു ട്യൂബിൽ നിന്ന് പേസ്റ്റ് ബ്രഷിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പേസ്റ്റ് അധികം വേസ്റ്റ് ആവില്ല, പേസ്റ്റിന് അധികം വായു സമ്പർക്കമില്ല, പിന്നെ ഈ പേസ്റ്റിന് നല്ല ഫ്ലേവർ കൂടി ഉണ്ടെങ്കിൽ എല്ലാ കുറവും നികത്തിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയി. അങ്ങനെ 1892 ഡോക്ടർ വാഷിംഗ്ടണിന്റെ ട്യൂബ് പേസ്റ്റ് പുറത്തിറങ്ങി. പക്ഷേ ഈ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ വിചാരിച്ച പോലെയുള്ള വലിയ രീതിയിലുള്ള തരംഗം ഒന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. ട്യൂബ് ടൂത്ത് പേസ്റ്റ് ശ്രദ്ധിക്കപ്പെടാനായിട്ട് മറ്റൊരാൾ വരണമായിരുന്നു. ന്യൂയോർക്കിലെ ഒരു കാൻഡിൽ ആൻഡ് സോപ്പ് മേക്കിംഗ് കമ്പനി റൺ ചെയ്തിരുന്ന വില്യം കോൾഗേറ്റ്. ഡോക്ടർ വാഷിംഗ്ടൺ തന്റെ ട്യൂബ് ടൂത്ത് പേസ്റ്റ് പുറത്തിറക്കി 4 വർഷങ്ങൾക്ക് ശേഷം വില്യം കോൾഗേറ്റ് തങ്ങളുടെ ട്യൂബ് പേസ്റ്റ് പുറത്തിറക്കി. കോൾഗേറ്റ്സ് ഡെന്റൽ റിബൺ ക്രീം കംസ് ഔട്ട് എ റിബൺ ലൈസ് ഫ്ലാറ്റ് ഓൺ ബ്രഷ് എന്ന സ്ലോഗനോടുകൂടി പുറത്തിറങ്ങിയ കോൾഗേറ്റിന്റെ ട്യൂബ് ടൂത്ത് പേസ്റ്റുകൾ വലിയ രീതിയിൽ മാർക്കറ്റ് കൈയടക്കി. വില്യം കോൾഗേറ്റിന്റെ ട്യൂബ് ടൂത്ത് പേസ്റ്റിന്റെ പ്രഭാവത്തിൽ ഡോക്ടർ വാഷിംഗ്ടണിന്റെ ട്യൂബ് പ്രൊഡക്റ്റ് പഞ്ചറായി.